Hi guys, welcome to the latest episode of Winner Videos. ഇന്നത്തെ എപ്പിസോഡ് മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി ക്ലാഷ് സീരീസിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ 90s-ലെയും 2000s-ലെയൊക്കെ ക്ലാഷസ് കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് 2010 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിലെ ക്ലാഷസ് ആണ്. അപ്പോൾ 90s-ലെയും 2000s-ലെയും ക്ലാഷുകൾ കാണാത്ത ആൾക്കാർ ആ എപ്പിസോഡോട് കൂടി ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. പലരും കമൻറ്റ് ബോക്സിൽ ആ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഹലോ വേഴ്സസ് മിഷൻ 90 ഡേയ്സ് എന്ന് പറയുന്ന ക്ലാഷ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. അത് മിസ്സായി പോയതല്ല, ഫാക്ട് ചെക്കിംഗ് ടൈമിൽ എനിക്ക് പറ്റിയ ഒരു എററാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും അവരവർക്ക് ഫേവറബിളായിട്ടുള്ള രീതിയിൽ ലിസ്റ്റുകൾ പലതും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റുകളെല്ലാം പരിശോധിച്ച് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പടങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ, ക്ലാഷസൊക്കെ കറക്റ്റാണോ, കൃത്യമാണോ, അതിൻ്റെ റിലീസ് ഡേറ്റൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ പരിശോധിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ഡേറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. കാരണം വിക്കിപീഡിയയിൽ പലതിൻ്റെയും എൻ്റെ റിലീസ് ഡേറ്റ് കറക്റ്റാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ പല സോഴ്സുകളും ആശ്രയിക്കേണ്ടി വരും. സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് തന്നെ എനിക്ക് പോസ്റ്റർ കളക്ഷൻ ഒരു ഹോബിയായിരുന്നു. ന്യൂസ് പേപ്പറിൽ വരുന്ന പോസ്റ്റേഴ്സ് എല്ലാം കട്ട് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. ഏതാണ്ട് mid-90s തൊട്ട് 2008 വരെയൊക്കെയുള്ള പോസ്റ്റേഴ്സ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷേ വീടിലെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പഴയ വീട്ടിൽ നിന്ന് എൻ്റെ 90s-ലെയൊക്കെ ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം നഷ്ടമായിപ്പോയി. പക്ഷേ കോളേജ് ടൈമിലൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചത് ഏതാണ്ട് 2007-2008 കാലഘട്ടം വരെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. മോഹൻലാലിൻ്റെ 8 ടാക്സി, മമ്മൂക്കയുടെ മായാവിയുടെ 150 പോസ്റ്റർ, അങ്ങനെ ഓരോ ബണ്ടിൽ തിരിച്ച് മമ്മൂക്കയുടെ ആയാലും ശരി തന്നെ, മോഹൻലാലിൻ്റെ ആണെങ്കിലും ശരി തന്നെ, അങ്ങനെ ബണ്ടിൽ തിരിച്ച് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റിലീസിങ് ടൈമിലെ പോസ്റ്ററും അതുപോലെ തന്നെ 100-ൻ്റെ 50-ൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ എല്ലാം മറ്റ് നടന്മാരുടെയൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും റിലീസ് ഡേറ്റ് അവർ പോസ്റ്ററുകളിൽ എഴുതിയിട്ടില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പുറകെയുള്ള വാർത്ത നോക്കിയിട്ട്, അതിൻ്റെ ബാക്ക് സൈഡിലുള്ള വാർത്ത നോക്കിയിട്ട് അത് ഗൂഗിൾ ചെയ്തിട്ടൊക്കെയാണ് ചിലതിൻ്റെയൊക്കെ റിലീസ് ഡേറ്റൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഹലോ വേഴ്സസ് മിഷൻ 90 ഡേയ്സ് എന്ന് പറയുന്ന ക്ലാഷിൻ്റെ റിസൾട്ട് എല്ലാവർക്കും അറിയാം. ഹലോ ആയിരുന്നു എൻ്റെ വിന്നർ. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഫൈനൽ അനാലിസിസിൽ ഈ ക്ലാഷും കൂടി ഞാൻ ആഡ് ചെയ്തേക്കുക. 2008 ഇറങ്ങിയ അണ്ണൻ തമ്പി മുതൽ വൈഡ് റിലീസ് പോപ്പുലറായെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ 2008 മുതൽ 2013 വരെ ക്ലാഷ് പീരീഡ് എന്ന് പറയുന്നത് 2 വീക്സ് ആയിട്ടും 2014 മുതൽ 1 വീക്കായിട്ടുമാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം പടം ഇറങ്ങി ആദ്യ വീക്കെൻഡ് കഴിഞ്ഞ് ഫസ്റ്റ് മൺഡേ തന്നെ പടത്തിൻ്റെ വിധി നമുക്കറിയാൻ പറ്റും. കാര്യം ഈ സോഷ്യൽ മീഡിയ ഒക്കെ സ്ട്രോങ് ആയതുമൂലം പിന്നെ 2 വീക്കൊക്കെ അവർ ക്ലാഷായിട്ട് പരിഗണിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില ക്ലാഷുകളൊക്കെ ഈ എപ്പിസോഡിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ സംശയമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കാം. എന്നാൽ നമുക്ക് 2010 മുതൽ 19 വരെയുള്ള മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ ക്ലാഷസ് പരിശോധിക്കാം. 2010 ആദ്യ ക്ലാഷ് പോക്കിരി രാജ വേഴ്സസ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. മമ്മൂട്ടി പൃഥ്വിരാജ് ഒന്നിച്ച പോക്കിരി രാജ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായപ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പരാജയമായി മാറി. 2010 രണ്ടാമത്തെ ക്ലാഷ് ശിക്കാർ വേഴ്സസ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻറ്റ്. പ്രാഞ്ചിയേട്ടൻ മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ കേരളത്തിൽ ഏറ്റവും ലോങ് റൺ കിട്ടിയ ചിത്രമാണ്. 189 ദിവസങ്ങൾ തൃശ്ശൂർ രാംദാസിൽ പ്രദർശിപ്പിച്ചു. 200-ൻ്റെ പോസ്റ്ററും ഇറക്കിയിരുന്നു. എങ്കിലും ചിത്രത്തിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. മറുവശത്ത് ശിക്കാർ സൂപ്പർ ഹിറ്റ് വിജയം നേടി. 2010 മൂന്നാമത്തെ ക്ലാഷ് ബെസ്റ്റ് ആക്ടർ വേഴ്സസ് കണ്ടഹാർ. മമ്മൂട്ടിയുടെ റിപ്പീറ്റ് വാല്യുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് ബെസ്റ്റ് ആക്ടർ. ബെസ്റ്റ് ആക്ടർ ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം നേടി. അമിതാഭ് ബച്ചൻ ആദ്യമായി മലയാളത്തിലെത്തിയ മേജർ രവി ചിത്രം കണ്ടഹാർ ബോക്സ് ഓഫീസിൽ ഒരു ദയനീയ പരാജയമായിരുന്നു. 2011 ആദ്യ ക്ലാഷ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് വേഴ്സസ് ഓഗസ്റ്റ് 15. ജോഷിയുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന മൾട്ടി സ്റ്റാർ ചിത്രം 2011 തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറി. ഓഗസ്റ്റ് 1-ൻ്റെ സീക്വലായിരുന്ന ഓഗസ്റ്റ് 15 ബോക്സ് ഓഫീസിൽ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ചൈന ടൗൺ വേഴ്സസ് ഡബിൾസ് ഡയറക്ട് ക്ലാഷ്. മൾട്ടി സ്റ്റാർ ടെൻഡർ പിടിച്ചു വന്ന റാഫി മക്കാട്ടിൻ ചിത്രം ചൈന ടൗണിന് ക്രിസ്ത്യൻ ബ്രദേഴ്സ് പോലൊരു വലിയ വിജയമാകാൻ സാധിച്ചില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ വന്ന പടമാണ്. മമ്മൂട്ടി നദിയ മൊയ്തു ടീം ഒന്നിച്ച ഡബിൾസ് ബോക്സ് ഓഫീസിൽ ദയനീയ പരാജയം നേരിട്ടു. മരുഭൂമി കഥ വേഴ്സസ് വെനീസിലെ വ്യാപാരി ഡയറക്ട് ക്ലാഷ്. പ്രിയൻ മോഹൻലാൽ കോംബോയിൽ വന്ന മരുഭൂമി കഥ 89 സെൻറ്ററുകളിൽ റിലീസായി. മിക്സഡ് റിപ്പോർട്ടോടുകൂടി ഓപ്പണായെങ്കിലും ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായി. 90 സെൻറ്ററുകളിൽ റിലീസായ വെനീസിലെ വ്യാപാരി ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു ബോക്സ് ഓഫീസിൽ. 2012 2 ക്ലാഷുകൾ. ആദ്യത്തേത് റൺ ബേബി റൺ വേഴ്സസ് താപ്പാന. ഓണച്ചിത്രമായി വന്ന മമ്മൂട്ടി ജോണി ആൻ്റണി ടീമിൻ്റെ താപ്പാന തരക്കേടില്ലാത്തൊരു ചിത്രമായിരുന്നു. ഓണം കാലം കൂടി ആയതുകൊണ്ട് തന്നെ പടത്തിന് ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായി. തിരുവോണത്തിന് റിലീസായ മോഹൻലാൽ ജോഷി ടീമിൻ്റെ റൺ ബേബി റൺ ഒരു സൂപ്പർ ഹിറ്റ് വിജയമായി മാറി. 14.5 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ വന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കർമ്മയോധ വേഴ്സസ് ബാവൂട്ടിയുടെ നാമത്തിൽ.
ഡയറക്ട് ക്ലാഷ്. മേജർ രവി മോഹൻലാൽ ടീമിന്റെ കർമ്മയോധ പരാജയമായപ്പോൾ ബാബുട്ടിയുടെ നാമത്തിൽ ശരാശരി വിജയം നേടി. 2013 ആദ്യ ക്ലാഷ് ഇമ്മാനുവൽ വേഴ്സസ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ലാൽ ജോസിന്റെ മമ്മൂട്ടി ചിത്രമായ ഇമ്മാനുവലിൽ ഫഹദ് ഫാസിൽ ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വിജയം നേടി. എന്നാൽ സിദ്ദിഖിന്റെ മോഹൻലാൽ ചിത്രം ഒരു പരാജയമായി തീർന്നു. 2013 ക്രിസ്മസ് ക്ലാഷ് ദൃശ്യം വേഴ്സസ് സൈലൻസ്. ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സൈലൻസ് ഒരു പരാജയമായിരുന്നു. ദൃശ്യം ഓൾ ടൈം ഗ്രോസറായിട്ട് മാറി. ഒപ്പം മലയാളത്തിലെ ആദ്യ 50 കോടി ക്ലബ്ബ് ചിത്രവും പിറന്നു. 2014 ഓണം ക്ലാഷ് പെരിച്ചാഴി വേഴ്സസ് രാജാതിരാജ. തമിഴ് ഡയറക്ടർ അരുൺ വൈദ്യനാഥൻ സംവിധാനം ചെയ്ത പെരിച്ചാഴി വളരെ പ്രതീക്ഷയുള്ളൊരു ചിത്രമായിരുന്നു. എന്നാൽ മിക്സഡ് റിപ്പോർട്ട് വന്ന പെരിച്ചാഴിക്ക് ഒരു ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായില്ല. അജയ് വാസുദേവ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം രാജാതിരാജയും ബോക്സ് ഓഫീസിൽ ശരാശരിക്ക് മേലിലുള്ള ഒരു വിജയം നേടി. ഈ രണ്ട് ചിത്രങ്ങളുടെയും ഗ്രോസ് കളക്ഷൻ 9.5-10 കോടി റേഞ്ചിലാണ് സിനി ഷോ റിപ്പോർട്ട് ചെയ്തത്. സോ ഈ ക്ലാഷിന് ഞാൻ ഡ്രോ കൊടുക്കുന്നു. ഓണം വിന്നർ സപ്തമശ്രീ തസ്കരാഹ. അടുത്ത ഓണത്തിനായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ക്ലാഷ് വീണ്ടും സംഭവിച്ചത്. ലോഹം വേഴ്സസ് ഉട്ടോപ്പിയിലെ രാജാവ്. രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ ലോഹം റെക്കോർഡ് ഓപ്പണിംഗ് ആയിരുന്നു ബോക്സ് ഓഫീസിൽ. നല്ല ഇനിഷ്യൽ ബലത്തിലും ഓണം സീസൺ ആയതുകൊണ്ടും മിക്സഡ് റിപ്പോർട്ട്സ് കിട്ടിയിട്ടും ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായി. എന്നാൽ കമലിൻ്റെ മമ്മൂട്ടി ചിത്രം ഉട്ടോപ്പിയിലെ രാജാവ് ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. 2015 ഓണം വിന്നർ കുഞ്ഞിരാമായണം. കൂട്ടത്തിലിറങ്ങിയ ഡബിൾ ബാരലും ഡിസാസ്റ്ററായിരുന്നു. അടുത്ത ക്ലാഷ് 2016 പുലിമുരുകൻ വേഴ്സസ് തോപ്പിൽ ജോപ്പൻ. ഈ ക്ലാഷിനെ കുറിച്ചും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പുലിമുരുകൻ ഓൾ ടൈം ഗ്രോസറും മലയാളത്തിലെ ആദ്യ 100 കോടി ക്ലബ്ബ് ചിത്രവുമായി മാറി. തോപ്പിൽ ജോപ്പനും ഒരു വിജയമായിരുന്നു. 2017 വിഷു സമ്മർ ക്ലാഷ് ദ ഗ്രേറ്റ് ഫാദർ വേഴ്സസ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. ഹനീഫ് അദേനിയുടെ ആദ്യ സംവിധാന സംരംഭവും പൃഥ്വിരാജ് നിർമ്മാണ പങ്കാളിയുമായ ദ ഗ്രേറ്റ് ഫാദർ വമ്പൻ ഹൈപ്പിൽ വന്നൊരു ചിത്രമായിരുന്നു. ബമ്പർ സ്റ്റാർട്ടിൽ ഓപ്പണായ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. 40 കോടിക്കടുത്ത് ഗ്രോസ് കളക്ഷനും നേടി. മേജർ രവിയും മോഹൻലാൽ ടീമിന്റെ ആർമി സീരീസിലെ 4th എപ്പിസോഡ് 1971 ബോക്സ് ഓഫീസിൽ ഒരു ഡിസാസ്റ്ററായി മാറി. അല്ലു സിരീഷിന്റെ മോളിവുഡ് ഡെബ്യൂ കൂടിയായിരുന്നു ചിത്രം. ഈ ഡെക്കേഡിലെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അവസാന ക്ലാഷ് വെളിപാടിന്റെ പുസ്തകം വേഴ്സസ് പുള്ളിക്കാരൻ സ്റ്റാറ. ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എന്ന നിലയ്ക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിന് വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ജിമ്മിക്ക് കമ്മൽ സോങ്ങൊക്കെ വൈറലായിരുന്നു. എന്നാൽ ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. ഒരു സെമി ഹിറ്റ് ലെവൽ പെർഫോമൻസ് ആയിരുന്നു ബോക്സ് ഓഫീസിൽ. പുള്ളിക്കാരൻ സ്റ്റാറ ബോക്സ് ഓഫീസിൽ യാതൊരു ചലനങ്ങളും സൃഷ്ടിക്കാതെ കളം വിട്ടു. ഓണം വിന്നർ നിവിൻ പോളിയുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള. അപ്പോൾ നമ്മൾ 1990 മുതൽ 2019 വരെയുള്ള മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ക്ലാഷസ് അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി അതിൻ്റെ ഒരു ഫൈനൽ അനാലിസിസ് നമുക്കൊന്ന് നോക്കാം. 90s ക്ലാഷ് പീരീഡ് വിത്തിൻ 3 വീക്സ് ആയിരുന്നെങ്കിൽ 2000s വരുമ്പോൾ 2 വീക്സിലേക്ക് കുറയുന്നുണ്ട്. 2010 മൾട്ടിപ്ലക്സ് സോഷ്യൽ മീഡിയ ഇറയിലേക്ക് വരുമ്പോൾ അത് വീണ്ടും 1 വീക്കിലേക്ക് താഴുന്നുണ്ട്. നിലവിൽ ഫസ്റ്റ് വീക്കെൻഡ് മാത്രമാണ് ക്ലാഷായി പരിഗണിക്കുന്നത്. ക്ലാഷ് പീരീഡിൻ്റെ ചേഞ്ച് ഞാൻ ഓരോ വീഡിയോയിലും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2010 ഗ്രോസ് കളക്ഷൻ കൂടി കൺസിഡർ ചെയ്താണ് വിന്നറെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും മാത്രമല്ല കേട്ടോ ക്ലാഷസ്. ലേറ്റ് 80s ഒരു 10-20ഓളം ക്ലാഷ് ഇവരുടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഈ ക്ലാഷസ് ഇൻഡയറക്റ്റ്ലി ഇവരുടെ സ്റ്റാർഡം ശക്തിപ്പെടുത്തുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മാത്രമല്ല, രജനി കമലാണേലും വിജയ് അജിത്താണേലും ഷാറുഖ് സൽമാനാണേലും ചിരഞ്ജീവി ബാലകൃഷ്ണനാണേലും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ, ഓപ്പോസിറ്റ് നല്ലൊരു ആൾ അല്ലെങ്കിൽ വേറൊരു സൂപ്പർ സ്റ്റാർ ഉള്ളത് ഇരു കൂട്ടർക്കും ഒരു തരത്തിൽ ഗുണമാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോവും. എല്ലാവർക്കും ഈ ഒരു സീരീസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പല വിയോജിപ്പുകളും ഉണ്ടാവാം, സംശയങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കാം. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.